സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ലൈഫ് മിഷനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പെന്നും ജനങ്ങളെ മോഹവലയത്തിൽ നിർത്തുന്നതെന്നും KC വേണുഗോപാലിന്റെ അധിക്ഷേപം. ക്ഷേമ പെൻഷനെ ആക്ഷേപിച്ച് KC വേണുഗോപാൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിഷ്ണു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം KC വേണുഗോപാൽ നടത്തുന്നു, അധിക്ഷേപ പരാമർശം തന്നെ നടത്തുന്നു. അതിന് പിന്നാലെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ലൈഫ് മിഷനെതിരെയും ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വിഷ്ണു ഏറ്റവും പ്രധാനം. ഞാൻ വിഷ്ണുവിലേക്ക് വരാം. അതിനു മുൻപ് KC വേണുഗോപാലിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പാവപ്പെട്ടവന് വീട് കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്ന ലൈഫ് അവൻ്റെ ലൈഫിനത്ര തകർക്കത്തക്കവണ്ണമല്ലേ മുന്നോട്ട് പോകൊണ്ടിരുന്ന് പകുതിയാക്കി വെച്ച വീടുകളുടെ ചിത്രം എത്രയുണ്ട് കേരളത്തിൽ. ഇപ്പോഴും പാവപ്പെട്ടവനെ മോഹവലയത്തിൽ നിർത്തിയിരിക്കുകയല്ലേ വീട് തരാമെന്ന് പറഞ്ഞിട്ട്. ഇനി എപ്പോൾ കൊടുക്കാനാ? അപ്പോൾ ഇതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ കാർഡ് ഇറക്കി കളിക്കണം, ഇത്തിരി വർഗീയത കാർഡ്, അതിൻ്റെ ശ്രമം മാത്രമാണ് അതിലൊന്നും നമ്മൾ വീഴേണ്ട കാര്യമില്ല. വിഷ്ണുവിലേക്ക് വീണ്ടും പോകുകയാണ്. വിഷ്ണു, ലൈഫ് മിഷനിലൂടെ വീട് ലഭിച്ചവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുള്ളതാണ്. അത്തരം മനുഷ്യരെ ഒന്നാകെ ആക്ഷേപിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരെ അധിക്ഷേപിച്ചതിന് പിന്നാലെ ഇതാ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളെ കൂടി ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. അസത, തീർച്ചയായിട്ടും ലൈഫ് മിഷൻ പദ്ധതി LDF സർക്കാർ ഈ ഭവന രഹിതരില്ലാത്ത കേരളം എന്നതടക്കമുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് ലൈഫ് മിഷൻ പദ്ധതി. ആ ലൈഫ് മിഷൻ പദ്ധതിയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഇത്തരത്തിൽ ആക്ഷേപിച്ച് രംഗത്ത് വരുന്നത്. അതായത് സാധാരണക്കാരെ മോഹവലയത്തിൽ നിർത്തുന്നതാണ് ഈ ലൈഫ് പദ്ധതി എന്നതാണ് KC വേണുഗോപാൽ ഒരു പ്രതികരണമായി പറയുന്നത്. ഇത് ആദ്യമായിട്ടുള്ള ഇത്തരത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതാക്കൾ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ UDF നേതാക്കൾ പറഞ്ഞിരുന്നത് അവർ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കും എന്നതായിരുന്നു. UDF ഒക്കെ തന്നെ വലിയൊരു പ്രചരണം നടത്തിയത്. പക്ഷേ സാധാരണ ജനങ്ങൾ അതിനെയൊക്കെ തന്നെ തള്ളിക്കളയുന്നതും നമ്മൾ കണ്ടതാണ്. കാരണം ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാരിൻ്റെ ഒരു കൈത്താങ് തന്നെയാണ്. ഈ LDF സർക്കാർ ഈ ലൈഫ് മിഷൻ പദ്ധതി, ആ സ്വപ്ന പദ്ധതിയിൽ ഇതുവരെ 5,47,553 പേർക്കാണ് 53 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ വീട് വയ്ക്കാനായിട്ട് തുക അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ 4,51,000 ഭവനങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാർ LDF സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ LDF സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത വർഷം 6.5 ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പൂർത്തീകരിക്കാനാണ്. അത്തരത്തിൽ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുന്ന അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പദ്ധതിയെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത്. അത് ആദ്യമായിട്ടല്ല ഈ സമാന പ്രതികരണം KC വേണുഗോപാലിൻ്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ തന്നെ KC വേണുഗോപാലിൻ്റെ പല വാക്കുകളും പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനെ അടക്കം വലിയ തോതിൽ ആക്ഷേപിച്ച് ക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കളെ അടക്കം അവഹേളിച്ച് KC വേണുഗോപാൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന കൈക്കൂലി എന്നതടക്കമുള്ള ആക്ഷേപം KCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയും സാധാരണക്കാരൻ്റെ സ്വപ്നം നിറവേറ്റുന്ന ലൈഫ് മിഷൻ പദ്ധതിയും ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് KC വേണുഗോപാൽ രംഗത്ത് വരുന്നത്. അസിത.